Assalamu alaikum. Hello dear learners. Welcome back to another English learning video. It's English with Hibu. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ 10 സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ്. ആദ്യമേ പറയട്ടെ, ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് അറിയുന്നവർ ഈ സെൻറ്റൻസസ് ഒക്കെ സ്ഥിരമായി യൂസ് ചെയ്യുന്നവയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലിസൺ കെയർഫുള്ളി ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിലോട്ട് കിടക്കാം. ഇത് നമുക്ക് മോർണിംഗിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് എപ്പോഴായാലും ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കാറ്? സുഖമാണോ, എന്തൊക്കെയുണ്ട്, എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ഇന്ന് തൊട്ട് ഹൗ ആർ യു ഡൂയിങ് ടുഡേ എന്ന് ചോദിക്കാം. ഹൗ ആർ യു ഡൂയിങ് ടുഡേ? ഹൗ ആർ യു ഡൂയിങ് ടുഡേ? ഒരു സിറ്റുവേഷൻ നോക്കിയാലോ. നമ്മൾ മോർണിംഗിൽ ഓഫീസിലോട്ട് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നൈബറും ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ നോർമലി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് തൊട്ട് ആ ഒരു കോൺവെർസേഷൻ ഫ്രണ്ട്ലി മാനറിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചോദിക്കാം? ഹൈ സാറ, ഹൗ ആർ യു ഡൂയിങ് ടുഡേ എന്ന് ചോദിക്കാം. അടുത്ത സെൻറ്റൻസും വളരെ ഈസി ആയിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. മറ്റൊന്നുമല്ല, ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. ഇതെപ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? നമുക്ക് തീരെ ടൈമില്ല, ഭയങ്കര ധൃതി പിടിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സെൻറ്റൻസാണ് ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. എക്സാമ്പിളായിട്ട്, നമ്മളെ ബസ് വരുന്നു, നമ്മളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ആം ഗെറ്റിംഗ് ലേറ്റ് ഫോർ സ്കൂൾ എന്ന് പറയാം. ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. എന്താണ്, സ്കൂൾ ബസ് വരുന്നു, അല്ലെങ്കിൽ ഞാൻ മതിയാക്കുകയാണ്, ഞാൻ പോട്ടെ, എനിക്ക് ടൈമില്ല എന്നൊന്നും പറയാതെ ജസ്റ്റ് ഐ ആം ഗെറ്റിംഗ് ലേറ്റ് എന്ന് മാത്രം സിമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ് വൺ, പ്ലീസ് വെയിറ്റ് ഫോർ മീ. പ്ലീസ് വെയിറ്റ് ഫോർ മീ. പ്ലീസ് വെയിറ്റ് ഫോർ മീ. ഇതെപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക? നമുക്കൊരാളുടെ കൂടെ തന്നെ പുറത്തോട്ട് പോകണം. അയാളുടെ അടുത്ത് പറയുകയാണ്, നീ പോകല്ലേ, ഞാനും ഉണ്ടിട്ടോ കൂടെ, എന്നെ കൂട്ടാതെ പോകല്ലേ എന്നൊക്കെ പറയുന്നതിന് പകരം ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട് പുറത്തോട്ട് ഇറങ്ങി, നമ്മളാണെങ്കിൽ ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അവരുടെ അടുത്ത് എന്ത് പറയാം? ഹേ ഹിബ, പ്ലീസ് വെയിറ്റ് ഫോർ മീ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയാലോ. നെക്സ്റ്റ് വൺ വരുന്നത് വാട്ട് ആർ യു ഡൂയിങ് നൗ. വാട്ട് ആർ യു ഡൂയിങ് നൗ. വാട്ട് ആർ യു ഡൂയിങ് നൗ. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം മറ്റൊരാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഫ്രണ്ടിനെ കോൾ ചെയ്യുകയാണ്. ആ ഒരു ടൈമിൽ എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് അവിടെ നിന്ന് കേൾക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ഹേയ്, വാട്ട് ആർ യു ഡൂയിങ് നൗ എന്ന് ചോദിക്കാം. ഫിഫ്ത്ത് സെൻറ്റൻസ് വരുന്നത് ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാറുള്ളത്? യെസ്, നമ്മൾ ബിസിയാണ്, നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്ന ആളുടെ അടുത്ത് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ? സോ ഒരു സിറ്റുവേഷൻ നോക്കാം. നമ്മൾ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കസിൻ നമ്മളെ കോൾ ചെയ്യാണ്. സോ നമ്മൾ ബിസിയാണല്ലേ, ഡിന്നർ കുക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് കോൾ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് ഫ്ലോപ്പ് ആവും. സോ നമുക്ക് പറയാം ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് സെൻറ്റൻസ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒരാളെ കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾക്കൊരു റിലാക്സ്ഡ് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയാറുള്ളത്. സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഒരു ഫ്രണ്ടിന് നമ്മളൊരു പെൻ യൂസ് ചെയ്യാൻ കൊടുത്തു, അയാളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. അയാൾ നമ്മളുടെ അടുത്ത് വന്ന് പറയുകയാണ് ഐ ലോസ്റ്റ് യുവർ പെൻ എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സാരില്ല, അത് ചെറിയ കാര്യമില്ല, അത് വിട്ടേക്ക്. അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം നമുക്ക് ഇനി മുതൽ എന്ത് പറയാം? ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഐഡിയ. ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? നമ്മളുടെ അടുത്ത് ഒരാളൊരു സജഷൻ വെക്കുകയാണ്, നമുക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്ത് റിപ്ലൈ ചെയ്യാം? ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ എന്ന് റിപ്ലൈ ചെയ്യാം. സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ സിസ്റ്റർ വന്നിട്ട് നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ്, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? അപ്പോൾ നമുക്ക് എന്ത് റിപ്ലൈ ചെയ്യാം? ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ എന്ന് റിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വൺ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. ഈ ഒരു സെൻറ്റൻസ് എവിടെയാണ് യൂസ് ചെയ്യുക? യെസ്, ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി പൊലൈറ്റായിട്ട് ഹെൽപ്പ് ചോദിക്കാൻ ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാവുന്നതാണ്. സിറ്റുവേഷൻ നോക്കാം. ഒരു ഹെവി ബാഗ് പൊക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ആളുടെ അടുത്ത് നമ്മൾ ഹെൽപ്പ് ചോദിക്കുകയാണ്. എങ്ങനെ? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇത് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക?
പലരും പറയുന്ന ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയില്ല, മനസ്സിലായില്ല, അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ എന്ന് പറയുന്നതിനായിട്ട് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സിറ്റുവേഷൻ നോക്കാം. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഡെഫിനിഷൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു, നമുക്കത് മനസ്സിലായില്ല. അത് റിപ്പീറ്റ് ചെയ്യുന്നതിനായിട്ട് ടീച്ചറുടെ അടുത്ത് നമുക്ക് എന്ത് പറയാം? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം. ആൻഡ് ദി ലാസ്റ്റ് വൺ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഈ ഒരു സെൻറ്റൻസ് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതായി ഒന്ന് നടന്നു വരാൻ അല്ലെങ്കിൽ ഷോർട്ട് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ ക്ഷണിക്കാനായിട്ട് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഈവനിങ്ങിൽ ഫ്രണ്ടിൻ്റെ കൂടെ വീടിൻ്റെ അടുത്തുള്ള വഴിയിലൂടെ ഒന്ന് നടന്നു വരാൻ ഒരു ചെറിയ ആഗ്രഹം. അപ്പം അവൻ്റെ അടുത്ത് എങ്ങനെയാണ് കാര്യം പറയുക? ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നമ്മളെ കൂടെ കൂട്ടാം. സോ മൈ ഡിയേഴ്സ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഇത്തരം സെൻറ്റൻസസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതെയും ഒരുപാട് സെൻറ്റൻസസ് ഇനിയും ഉണ്ട്. അത്തരം സെൻറ്റൻസസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ലൈഫിലോട്ട് അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ മെല്ലെ മെല്ലെ ആണെങ്കിലും നാച്ചുറലി ആൻഡ് കോൺഫിഡൻ്റ്ലി ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. താങ്ക് യു ഫോർ ലിസണിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടേക്ക് കെയർ ആൻഡ് പീസ് ബി വിത്ത് യു. ബൈ ഫ്രം ഇംഗ്ലീഷ് വിത്ത് ഹിബു.